ആദ്യം നമ്മളെ ഈ ഇവരുടെ പെട്ടി ഷോ എന്ന് പറഞ്ഞു പോകണമെന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത് പാലക്കാട് പോലെ അവർക്ക് അനുകൂലമായിട്ടൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്താണ്. ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്താന്ന് നമ്മൾ പറയുന്നത് വെറുതെ അല്ല. ഇവർ പറഞ്ഞത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ തടഞ്ഞു വെച്ചു, ഞങ്ങൾ MP ആണ്, ആ പരിഗണന പോലും നൽകാതെ ഞങ്ങളെ വണ്ടി തടഞ്ഞു, ഞങ്ങളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ച് ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു, ഞങ്ങളോട് പെട്ടിയെടുത്ത് ഡിക്ക് തുറക്കാൻ പറഞ്ഞു, ഞങ്ങളോട് പെട്ടിയെടുത്ത് പുറത്തു വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ എണ്ണി ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക ആ ഉദ്യോഗസ്ഥന് ഭയങ്കര ഭീഷണി. ഇവർക്കൊക്കെ അധികാരം കിട്ടി എന്തായിരിക്കും അവസ്ഥ എന്ന് തോന്നിപ്പോ. ആ ജാതിയിൽ നിനക്കുള്ള സർവീസ് റിവാർഡ് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡയലോഗ്. അപ്പൊ ഈ സംഭവം ഇത് ബോധപൂർവ്വം അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്താണ്. ഇത് ഞാൻ പറയാൻ കാരണം വെറുതെ നിങ്ങൾ പറഞ്ഞു പോവില്ല. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഇവർ പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ പോയി പുറത്തു പോയി എന്നുള്ള. അപ്പൊ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് കൊള്ളാവുന്ന ഇവർക്കൊന്നും കഴിക്കാൻ പറ്റുന്ന ഹോട്ടൽ ഇല്ല എന്ന് നാട്ടുകാർ വിശ്വസിക്കണോ? 3 സ്റ്റാർ ഹോട്ടൽ അടക്കണ്ട നിലമ്പൂര്. പിന്നെ നമ്മളന്ന് ആ പരിപാടിക്ക് പോയ തൊട്ടടുത്ത് കണ്ടിരുന്ന 3 സ്റ്റാർ ഹോട്ടലാ. അത് കഴിഞ്ഞിട്ട് അതൊന്ന്. അപ്പൊ ഇവർക്ക് ഇനി അവിടെ നിന്ന് പോവുകയാണെങ്കിൽ തന്നെ എവിടെ പോകണം എന്നറിയോ? നിലമ്പൂരിനേക്കാൾ നല്ലൊരു ടൗൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മഞ്ചേരി പോകണം. മഞ്ചേരിക്ക് എത്ര കിലോമീറ്റർ പോകണം? അതെല്ലാം തന്നെ പെരിന്തൽമണ്ണ പോകണം. ഏകദേശം മഞ്ചേരിയേക്കാൾ കൂടുതൽ ദൂരം പെരിന്തൽമണ്ണയ്ക്ക് ഉണ്ടാവും. ഈ 2 സ്ഥലത്ത് പോയിട്ടാണോ ഇവർ വരുന്നത് ഭക്ഷണം കഴിക്കാൻ? രണ്ടാമത്തെ പ്രശ്നം, ഇവരവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരാണെന്നല്ലോ പറയുന്നത്. അവരുടെ ആരാധകരായിട്ടുള്ള നിറയെ ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മറ്റേ പ്രവർത്തകരുണ്ടാവില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിൽ ഇവർക്ക് ആവശ്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാവില്ല. ഓരോ ദിവസം മാറി മാറി കഴിച്ചൂടെ? അപ്പോ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തകരൊക്കെ പോകുമ്പോൾ പാർട്ടി സഖാക്കളുടെ വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക. പ്രവർത്തകരൊക്കെ ഓരോ ദിവസം ഓരോ സഖാക്കളുടെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കില്ല. ഇവർക്ക് അവിടുത്തെ മറ്റേ പാർട്ടി പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ നിലമ്പൂർ ടൗണിലെ ഒരു ഹോട്ടലിലെ ഫുഡും പറ്റൂല, പുറത്തു പോകണം. അത് പ്ലാൻഡ് ആണ്. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ അവിടെ താമസിക്കുമ്പോൾ, ഞാനോ നീയോ അവിടെ പാർട്ടി പ്രവർത്തനത്തിന് പോവുകയാണെങ്കിൽ ഒരു ഹോട്ടൽ എടുത്ത് താമസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ്, നമ്മുടെ വസ്ത്രങ്ങൾ അടങ്ങിയ പെട്ടി അവിടെ കൊണ്ടുപോകും. നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പെട്ടി എടുത്തിട്ട് വണ്ടിയിൽ ഓടുന്ന വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമോ? ഇല്ല. ഇവരത് മാത്രം ആ പെട്ടി മൊത്തം എടുത്തിട്ട് വണ്ടിയിൽ വെച്ചു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഇവന്റെ ഒക്കെ എത്ര പെട്ടി ഉണ്ടോ അതൊക്കെ വണ്ടിയിലുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പെട്ടിയേറ്റ് പോകുന്ന ആദ്യത്തെ നേതാക്കന്മാരാണ് ഇവര്. എന്ന് വെച്ചാൽ ഇവർക്കറിയാം തിരിച്ചു വരുമ്പോൾ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ആളുകളെയും റെഡിയാക്കി എന്നിട്ടാണ് ഈ നാടകം കളിച്ചത്. അതാണ് പൊളിഞ്ഞങ്ങോട്ട് പാളിച്ചത്. അതായത് തുടക്കത്തിൽ പറഞ്ഞ നിങ്ങൾ മന്ത്രിമാര് MLA മാരൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇത് ഞങ്ങൾ കോൺഗ്രസ്സുകാരായതുകൊണ്ട് ചെക്ക് ചെയ്യല്ലേ. ആരാണ് ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്ന ആരാണ്? പിണറായി ആണോ? അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ആണെങ്കിൽ അബ്ദുറഹ്മാന്റെ വണ്ടി ചെക്ക് ചെയ്ത് എന്തിനാണ്? ഇനി CPM വല്ല സ്വാധീനമുണ്ടെങ്കിൽ നമ്മുടെ രാധാകൃഷ്ണൻ MP യുടെ വണ്ടി ചെക്ക് ചെയ്തതാണ്. ഇതൊക്കെ വീഡിയോ പുറത്തുനിന്ന് പൊളിഞ്ഞങ്ങോട്ട് പാളിച്ചായി.